മാഹി ബൈപ്പാസിന്റെ പണി പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന ഘട്ടങ്ങളിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മാഹിക്കാരെയും കണ്ണൂരുകാരെയും തലശ്ശേരിക്കാരെയും കൂടാതെ വേറൊരു വിഭാഗം ആളുകളും ഈ പറയുന്ന മാഹി ബൈപ്പാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുന്നവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇവരെല്ലാം തന്നെയും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാവാൻ കാരണം പിണറായി വിജയൻ സർക്കാരാണെന്നാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണ നേട്ടമായി അവതരിപ്പിക്കുന്നതും കാണാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ മാഹി ബൈപ്പാസിന്റെ ചരിത്രം എന്താണ് എന്നൊന്നും നമുക്ക് നോക്കാം. സത്യത്തിൽ തലശ്ശേരി നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനായി 30 വർഷങ്ങൾക്ക് മുൻപെയാണ് ബൈപ്പാസ് നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അതേ വർഷം തന്നെ പുതിയ റോഡിന് സ്ഥലം ഏറ്റെടുക്കാനായി ലാൻഡ് അക്വിസിഷൻ ഓഫീസും നാഷണൽ ഹൈവേ അതോറിറ്റി തലശ്ശേരിയിൽ രൂപീകരിച്ചു. പദ്ധതി പ്രകാരം മുഴുപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ 18.6 കിലോമീറ്റർ ദൈർഘ്യമേറിയതാണ് തലശ്ശേരി മാഹി ബൈപ്പാസ്. മുഴുപ്പിലങ്ങാട്, ധർമ്മടം, തലശ്ശേരി, എരഞ്ഞോളി, തിരുവങ്ങാട് വില്ലേജുകളിലായി 9.7 കിലോമീറ്റർ ദൂരത്തിൽ 45 ഹെക്ടറിന് മുകളിൽ സ്ഥലം 2001 തന്നെ 1894 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഏറ്റെടുത്ത് ദേശീയപാത അധികൃതർക്ക് കൈമാറിയിരുന്നതുമാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഭൂമി ഏറ്റെടുക്കൽ പ്രതിസന്ധിയിലാവുകയും പദ്ധതി ഇഴഞ്ഞു നീങ്ങാനും തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. സർക്കാരുകൾ മാറി മാറി വന്നു. പദ്ധതി ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. ഒടുക്കം 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തി. ആംഗ്ലോ ഇന്ത്യനും BJP-കാരനും തലശ്ശേരിക്കാരനുമായ റിച്ചാർഡ് ഹേ MP ആയി. അദ്ദേഹം തന്റെ ആദ്യ പത്രസമ്മേളനത്തിൽ മാഹി തലശ്ശേരി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുകയാണ് എൻ്റെ നാടിന് നൽകാനുള്ള എൻ്റെ സമ്മാനമെന്ന് പ്രഖ്യാപനവും നടത്തി. അങ്ങനെ 2015 ഓഗസ്റ്റ് മാസം 11-ാം തീയതി നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ 5ാമത്തെ സെഷനിൽ തലശ്ശേരി മാഹി ബൈപ്പാസിന് വേണ്ടി റിച്ചാർഡ് ഹേ ബിൽ അവതരിപ്പിച്ചു. തുടർന്ന് അങ്ങോട്ട് സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികൾ എന്താണോ അത് വേഗത്തിലാക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തായാലും അതോടുകൂടെ മാഹി ബൈപ്പാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതിന്റെ ഭാവിയും രാശിയും അതോടുകൂടെ തെളിഞ്ഞു. കാരണം കേന്ദ്രത്തിൽ ഉപരിതല ഗതാഗത വകുപ്പ് ഭരിക്കുന്നത് നിതിൻ ഗഡ്കരിയാണ്. എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കിട്ടിയാൽ അവിടെ എങ്ങനെ റോഡ് പണിയാമെന്ന് ആലോചിക്കുന്ന വ്യക്തിയാണ് നിതിൻ ഗഡ്കരി. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിയുടെ പണം ഉടമകൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും ഏതൊരു വികസന കാര്യത്തിലും ലാൻഡ് അക്വിസിഷന് നേരെ നേരിടുന്ന പ്രധാന പരാതി എന്ന് പറയുന്നത്. ആ പരാതിയുടെ മുനയാണ് നിതിൻ ഗഡ്കരിയുടെ സംഘം ഒടിച്ചത്. മാഹി ബൈപ്പാസിനായി സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായ എല്ലാവർക്കും അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ തുക അവരുടെ ഭൂമിക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടെ തന്നെ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള തർക്കം തീർന്നു. പ്രധാന പ്രശ്നം പരിഹരിച്ചതോടെ തന്നെ ലാൻഡ് അക്വിസിഷൻ തകൃതിയായി നടന്നു. അങ്ങനെ മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായി. ഇതാണ് യഥാർത്ഥത്തിൽ മാഹി ബൈപ്പാസിന്റെ നാൾ വഴികൾ എന്ന് പറയുന്നത്. ഇത്രയും നേരം പറഞ്ഞ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ തർക്കത്തിന് പോലും അവസരം കൊടുക്കാതെയാണ് 2017 പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. തലശ്ശേരി മാഹി ബൈപ്പാസിന് വേണ്ടിയുള്ള 40 വർഷം പഴക്കമുള്ള നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. പദ്ധതിയുടെ നടത്തിപ്പിനായി 813.66 ലക്ഷം രൂപ നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിച്ചിരിക്കുന്നു. ഇതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ 2017 ട്വിറ്ററിലിട്ട പോസ്റ്റ്. പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് എത്ര തവണ മാഹി ബൈപ്പാസിലൂടെ മോർണിംഗ് വാക്ക് നടത്തിയാലും ഈ പറയുന്ന മാഹി ബൈപ്പാസിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് യാതൊരു അവകാശവുമില്ല. അത് അമ്മായിയച്ഛൻ തന്നെ മരുമകനോട് പറഞ്ഞതാണ് 2017. ഒരുപക്ഷെ മാഹി ബൈപ്പാസിന്റെ വീഡിയോകൾക്ക് മുന്നിലും കോരിത്തെരിപ്പിക്കുന്ന ചിത്രങ്ങൾക്ക് കീഴെയും ലാൽ സലാമും വിജയൻ സർക്കാരിന്റെ ഭരണനേട്ടവുമായും ഇതിനെ അവതരിപ്പിക്കുന്ന കമന്റ് തൊഴിലാളികൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഗിമ്മിക്കുകളൊക്കെ വിശ്വസിക്കാം. പക്ഷേ ചോറുണ്ണുന്ന മലയാളിയോട് ഇത് പറയരുത്. കാരണം അതിന്റെ പണം മുടക്കിയതും അതിനുവേണ്ടി റിസ്ക് എടുത്തതും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തതും കേന്ദ്ര സർക്കാരാണ്. ഏതൊരു വികസിത രാജ്യത്തിൻ്റെയും വളർച്ചയുടെ അടിസ്ഥാന ശില കിടക്കുന്നത് മികച്ച ഗതാഗത സംവിധാനങ്ങളിലാണ്. അത്തരത്തിലൊരു വിശ്വാസത്തിൽ ഊന്നി തന്നെയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ലക്ഷം കോടികൾ ഗതാഗത സംവിധാനത്തിൽ മാത്രം മുടക്കാൻ ഇന്നത്തെ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത്.